അസ്സലാമു വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, ചർച്ചകളൊക്കെ സജീവമായിട്ട് നടന്നുകൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ തുടർ ചർച്ചകൾ ഇങ്ങനെ ഉണ്ടാവും. ഈ ചർച്ചകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കേരള കോൺഗ്രസിനെ പറ്റി പറയുന്ന മാതിരി വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന മാതിരിയാണ്. പിന്നെ ചർച്ച ചെയ്യുന്നിടത്തോളം അകലം കൂടും, അകലം കൂടുന്നിടത്തോളം ചർച്ച തുടരും. ആ രീതിയെ ചർച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കാര്യത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് വരില്ല. നമ്മളൊരു ചർച്ച തുടർന്ന് പോവുമല്ല. പല സംഭവങ്ങൾ നമ്മളിതിൻ്റെ പിന്നാലെ ഒരു 4-5 കൊല്ലം ഇങ്ങനെ പിന്നെ ഈ സമസ്തൻ്റെയും വാഫിയ വഹാബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിലിപ്പോൾ ഒരു 90% മുസ്ലിം ലീഗിനുള്ളൂ. 90-95% മെമ്പർഷിപ്പോണ്ട് മുസ്ലിം ലീഗരും പിന്നെ സമസ്തക്കാരാണെങ്കിലും മുസ്ലിം ലീഗരും അതിന് വോട്ട് ചെയ്യണവരൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ എത്ര പരസ്യങ്ങൾ വന്നാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോണിക്ക് വോട്ട് ചെയ്യാന്നല്ലാതെ വേറെ എന്തിന് വോട്ട് ചെയ്യണമല്ലോ ഉള്ളത്? അരിവാൾ ചുറ്റി വോട്ട് ചെയ്യണവരുണ്ടാ? പരസ്യങ്ങളൊന്നും ഒരാളെ വോട്ടിനൊന്നും സ്വാധീനിക്കില്ല. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഈ മുജാഹിദ് പിന്നെ സംബന്ധമായ കാര്യങ്ങളിൽ സമസ്ത ഒരു നിലപാടെടുക്കുമ്പോൾ, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് സമസ്തൻ്റെ ഭാഗത്തുനിന്ന് വഹാബീസത്തിനെതിരെ നിലപാടെടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗിലെ അല്ലെങ്കിൽ യൂത്ത് ലീഗിലെ ആൾക്കാർ വരുന്നത് എന്തിനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതൊരു നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണത്. മുസ്ലിം ലീഗിലുള്ളവരൊക്കെ 90%, ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ സുന്നികളാണ്. സുന്നികൾ എന്ന് പറഞ്ഞാൽ സമസ്തയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവർ, സമസ്ത ഉണ്ടാക്കിയ മദ്രസകളിൽ നിന്ന് പഠിച്ച് ദീനും കാര്യങ്ങളൊക്കെ പഠിച്ചവരാണ്. അപ്പോൾ അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടത് 100% സുന്നിസത്തോട് തന്നെയാണ്. അത് ഞാൻ ഈ ഗ്രൂപ്പിലത്തെ മാത്രം പറയട്ടെ. നമ്മളിപ്പോൾ ഒരു വഹാബി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വരാൻ പാടില്ല. ശരിക്കും ഇപ്പോൾ ഈ പിന്നെ ഹക്കീം ഫൈസിന്റെ വിഷയത്തിൽ തന്നെ സംഭവിച്ചത് ആ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ മുസ്ലിം ലീഗ് അന്ന് ഒരു കണിശമായ ഒരു സ്റ്റാൻഡ് അന്ന് എടുത്തിരുന്നെങ്കിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, മുസ്ലിം ലീഗ് അന്നൊരു കണിശമായ ഒരു സ്റ്റാൻഡ് ഈ കാര്യത്തിൽ അന്ന് എടുത്തിരുന്നെങ്കിൽ സമസ്തൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളാവില്ലായിരുന്നു. എന്താണ് ലീഗ് എടുക്കേണ്ട നിലപാടുണ്ടായിരുന്നു? സമസ്ത CAC വിഷയത്തിൽ മാത്രം സമസ്ത ഈ CAC വിഷയത്തിൽ 3 വർഷം ഈ ഹക്കീം ഫൈസിന്റെ പിന്നാലെ നടന്നതാണ്. ജാഫർ വാഫിനോട് ക്ഷമിക്കണം, എല്ലാ വാഫികളെ പറ്റിയല്ല പറയുന്നത്. സമസ്തയോട് ചേർന്ന് നിൽക്കണം, സമസ്തന്റെ മദ്രസയിൽ പഠിപ്പിക്കണം, സമസ്തന്റെ എല്ലാമായി പ്രവർത്തിക്കുന്ന ഒരുപാട് വാഫികളുണ്ട്, ജാഫർ വാഫി അടക്കം. പക്ഷേ ഈ കാര്യത്തിൽ പിന്നെ ഈ ഹക്കീം ഫൈസിന്റെ കാര്യത്തിൽ സമസ്തക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല, 2 കാരണങ്ങളാലും. എന്താ വെച്ചാൽ അത് മുമ്പ് ഞാൻ പിന്നെ ചില ഉദവികളോട് സംസാരിച്ചപ്പോഴും ഉദവികൾ പറഞ്ഞാൽ അന്ന് ഹക്കീം ഫൈസിക്ക് ഒന്ന് താന്നു കൊടുത്താൽ മതിയായിരുന്നു, അവിടെ തീരുന്ന പ്രശ്നം. എന്താ സംഭവിച്ചത്? ഹക്കീം ഫൈസിനോട് പിന്നെ സമസ്ത മുഷാവറ 3 കൊല്ലം ഹക്കീം ഫൈസിന്റെ പിന്നാലെ നടക്കും. ഈ ഹക്കീം ഫൈസി ആക്കിയത് സമസ്തയാണ്. വാഫിയ സംവിധാനങ്ങൾ തുടങ്ങാൻ കാരണം സമസ്തയാണ്. ഒക്കെ സമസ്ത പ്രൊമോട്ട് ചെയ്ത സ്ഥാപനങ്ങളല്ലേ. നമ്മുടെ ചുറ്റുപാടത്തു നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബക്കാരൊക്കെ ഈ വാഫി കോഴ്സിന് ചേർക്കാനും ഉദവി കോഴ്സിന് ചേർക്കാനൊക്കെ കാരണം അത് സമസ്ത സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആശയ സംവിധാനങ്ങളാണെന്ന് നിൽക്കല്ലേ. അപ്പോൾ ആ സമസ്ത ഹക്കീം ഫൈസിനെ വിശ്വാസപരമായിട്ട് സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു. പക്ഷേ ഹക്കീം ഫൈസി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ വേറെ റൂട്ടിലൂടെ കൊണ്ട് എത്തിച്ചപ്പോൾ സമസ്ത ഇടപെട്ടിട്ട് അദ്ദേഹത്തിനോട് അതിന് പിന്തിരിയാണെന്ന് പറഞ്ഞു. ഒറ്റ ഉദാഹരണം മറ്റേ കല്യാണത്തിന്റെ പ്രായത്തിന്റെ വിഷയമാണ്. ആ പ്രായത്തിന്റെ വിഷയം പിന്നെ സമസ്തന്റെ മുന്നിൽ വരികയും മുസ്ലിം ലീഗും സമസ്തയും കേരളത്തിലെ എല്ലാ സുന്നി സംഘടനകളും മുസ്ലിം സംഘടനകളും കേന്ദ്ര സർക്കാരിന്റെ വിവാഹ നിയമത്തിനെതിരെ, ഈ പ്രായം ഫിക്സ് ആക്കുന്ന നിയമത്തിനെതിരെ പോരാടുക സമരത്തിൽ. അതേസമയം സമസ്ത സപ്പോർട്ട് ചെയ്യുന്ന സമസ്തന്റെ അണ്ടറിലുള്ള CAC വാഫി സംവിധാനത്തിൽ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പ്രായം നിശ്ചയിക്കാം, 18 കഴിയണം, അല്ല കോഴ്സ് പൂർത്തിയാക്കാൻ വരെ വെയിറ്റ് ചെയ്യണം, കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് നിയമം പാസ്സാക്കാം. ആ നിയമം പിൻവലിക്കണം എന്ന് സമസ്ത CACന്റെ മുന്നിൽ വെച്ചു. എത്ര പ്രാവശ്യം വെച്ചു എന്ന് പറഞ്ഞാൽ പല തവണ അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ CAC പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, ഹക്കീം ഫൈസി പിടിച്ച പിടി കടന്നു. അത് മുസ്തഫൽ ഫൈസി പറയുന്നുണ്ട് ലാസ്റ്റ്. ഇതിൽ 2 കാര്യം പറഞ്ഞത്, വാഫി അതായത് വാഫി സംവിധാനം അല്ലെങ്കിൽ ഹക്കീം ഫൈസി അടക്കമുള്ള ഒരു സമസ്തയിൽ നിന്ന് പുറത്തായ സമയത്ത് പ്രചരിപ്പിച്ച പത്രമുണ്ടല്ലോ, പാണക്കാട് തങ്ങന്മാരോട് സമസ്തയിലുള്ള അസൂയാണ്, വളരെ തെറ്റായ ഒരു ഇത്. അത് പിന്നീട് ആ സംഭവങ്ങളൊക്കെയാണ് ഇത്ര വഷളാവുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഞാൻ ആ കാര്യം പറയാം. അതായത് CACന്റെ മുന്നിൽ ഈ വിഷയം വന്നപ്പോൾ പിന്നെ ലാസ്റ്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുഷാവറയിലുള്ള സമയമാണത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ അവസാന മുഷാവറയിലും അദ്ദേഹം പങ്കെടുത്ത അവസാന മുഷാവറയിലും ഈ സംഗതി വന്നു. ആ സമയത്ത് പിന്നെ മുസ്തഫൽ ഫൈസി എണീറ്റെന്ന് പറഞ്ഞത്രേ, തങ്ങൾക്ക് സുഖമില്ല, നിങ്ങളാരും തങ്ങളെ ഇടങ്ങാറാക്കരുത്, സമസ്തന്റെ അഭിപ്രായം CAC ആ നിയമം പിൻവലിക്കണം എന്നാണ്. എന്നാൽ CACയോ അത് പിൻവലിക്കണ കൂട്ടം കാണില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾ തങ്ങളെ ഇടങ്ങാറാക്കരുത്, ഹൈദരലി തങ്ങൾക്ക് സുഖമില്ലാത്ത സമയം നിങ്ങൾ ഇടങ്ങാറാക്കരുത്, ഒന്നുകിൽ സമസ്ത ആ അഭിപ്രായം പിൻവലിക്കുക, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല, അത് പിൻവലിക്കാം, അല്ലെങ്കിൽ CAC അത് അംഗീകരിക്കാം. അപ്പോൾ ഹൈദരലി ശിഹാബ് നമ്മൾ പറഞ്ഞേ, മുസ്തഫൽ ഫൈസിന്റെ ആ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും, ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഹൈദരലി ശിഹാബ് നമ്മൾ പറഞ്ഞത് സമസ്ത നിയമം പിൻവലിക്കേണ്ട, ഞാൻ CACനോട് പറഞ്ഞ് പിൻവലിപ്പിച്ചോളാം. പക്ഷേ ഹൈദരലി ശിഹാബ് തങ്ങളെ അവസാന ഘട്ടത്തിൽ CACന്റെ മുന്നിൽ വെച്ച നിർദ്ദേശം ഹക്കീം ഫൈസി അംഗീകരിച്ചില്ല, അത് പിൻവലിച്ചില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വ്യക്തമായ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. വ്യക്തമായ കാരണം സമസ്തന്റെ മുന്നിൽ CACനെ ഹക്കീം ഫൈസിനൊക്കെ പുറത്താക്കാനുണ്ട്. പക്ഷേ ആ പുറത്താക്കിയപ്പോൾ ലീഗ് എന്ത് ചെയ്യണമായിരുന്നു? സമസ്തയുടെ ആഭ്യന്തര കാര്യമാണ്. അതുവരെ നല്ല എല്ലാ കാലവും സമസ്തയാണ് ലീഗിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്, വോട്ട് കൊണ്ടും എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നത്. 90% സമസ്തന്റെ വോട്ടാണ്, മുസ്ലിങ്ങളെ വോട്ടാണ് ലീഗിനുള്ളത്. അപ്പോൾ ആ ഒരു ധാരണ വെച്ച് ഈ ഹക്കീം ഫൈസിനെ പുറത്താക്കിയ സമയത്ത് ലീഗ് ഒരു സംയമനം പാലിക്കണമായിരുന്നു. നന്നായിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ അന്ന് KM ഷാജിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അങ്ങനെ പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു മുക്കൂട്ട് മുന്നണി ഉണ്ടല്ലോ, ആ KM ഷാജി ഹക്കീം ഫൈസി ഇങ്ങനത്തെ ചില ഒരു സംഭവം അവിടെയാണ് പേച്ചത്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ സമസ്ത പുറത്താക്കിയ ഉടനെ തന്നെ യൂത്ത് ലീഗിന്റെ എല്ലാ ഓഫീസും വാഫിക്ക് സംവിധാനങ്ങൾക്ക് യോഗം ചേരാൻ വിട്ടുകൊടുത്തു. എല്ലാ കേരളത്തിൽ മലപ്പുറം ജില്ലയിലൊക്കെ പല ഓഫീസുകളും ഇങ്ങനെ വാഫിന്റെ ക്യാമ്പസ്, അതുപോലെ അതിന്റെ യോഗങ്ങൾ യൂത്ത് ലീഗ് ഓഫീസ് അങ്ങനെ. അപ്പോൾ അന്ന് അങ്ങനെ ഒരു നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുകയും സമസ്തന്റെ ആഭ്യന്തര കാര്യമല്ലേ, അതൊരു തീരുമാനമാണ് അവരെ വാഫി മുസ്തഫൽ ഹക്കീം ഫൈസിനെയും CACനെയും അവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു സ്റ്റാൻഡ് അന്ന് ലീഗ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇക്കാണുന്ന രീതിയിൽ വഷളത്തരം ഇങ്ങനെ വഷളാവില്ലായിരുന്നു ഈ പ്രശ്നങ്ങൾ. അപ്പം പൊട്ടിച്ച വെടിയാണ് മുസ്തഫൽ ഈ ഹക്കീം ഫൈസി അപ്പം പൊട്ടിച്ച വെടിയാണ്. എന്താ പറയുക, ഇപ്പോൾ സമസ്തയിൽ നിന്ന് പുറത്താവുകയാണെന്ന് കണ്ടപ്പോൾ ഒരു വെടി പിടിച്ചിട്ടാണ് പോയത്. എന്ത് പാണക്കാട് തങ്ങളോട് സമസ്തക്കാർക്ക് അസൂയാണെന്നൊന്നും പറഞ്ഞു സമസ്തനെ ഇടതുപക്ഷത്തിനോട് അടുപ്പിക്കാൻ വേണ്ടി അതിൽ കുറേ ആൾക്കാർ ശ്രമിക്കണം. ഈ 2 വെടിയും മുസ്ലിം ലീഗിനെ പാട്ടിലാക്കാൻ വേണ്ടിയായിരുന്നു, മുസ്ലിം ലീഗിനെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. അത് യൂത്ത് ലീഗിലും മുസ്ലിം ലീഗിലും നല്ല സ്വാധീനം ചെലുത്തും ചെയ്ത് ഒരു എല്ലാ സംവിധാനങ്ങളോടും കൂടി ഹക്കീം ഫൈസിന് അങ്ങനെ വേദി കൊടുത്തു, വാരിപ്പുണർന്നു. അതുകൊണ്ട് തന്നെ എന്താ
ഇവർക്കൊരു ധൈര്യമായി. അതായത് സമസ്തയിൽ ചിത്രത ഉണ്ടാക്കാൻ കാരണമായി ഈ സംഭവം. ഇനിയിപ്പോൾ സമസ്ത കൈവിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ലീഗ് ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. ആ ഒരു തോന്നലിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന പ്രശ്നങ്ങൾ വരെ സംഭവിക്കുന്നത്. ഇവ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ അന്ന് ലീഗ് ഒരു നിഷ്പക്ഷമായ, അന്ന് ഇപ്പോൾ KT ജലീൽ മുസ്ലിം ലീഗിൽ ആയിരുന്നു, യൂത്ത് ലീഗിന്റെ നമ്പർ 1 ഐക്കണായിരുന്നില്ലേ, നമ്മളെ കരകട വരെ വന്നതിന് മുമ്പ് എന്ത് രസമുള്ള പ്രഭാഷണമായിരുന്നു. പക്ഷേ ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങൾ വന്നപ്പോൾ അന്വേഷണാത്മകമായി അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഏത് ഐക്കണായും കാര്യമില്ല, KT ജലീലിനെ പുറത്താക്കി. ആ പുറത്താക്കിയ സമയത്ത് സമസ്തയിലെ അങ്ങനെ പുറത്താക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് KT ജലീലിനെ എല്ലാ വേദിയും കൊടുത്ത് ഇങ്ങനെ സഹകരിച്ചാൽ ലീഗിന്റെ അനുഭവം എന്തായിരിക്കും, അല്ലെങ്കിൽ ലീഗിന്റെ പ്രതികരണം എന്തായിരിക്കും? അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആ കാര്യത്തിൽ. അങ്ങനെ ആ ഒരു പിടുത്തം, അതായത് പിന്നെ ഹക്കീം ഫൈസി എറിഞ്ഞ കയറ് മുസ്ലിം ലീഗ് നന്നായിട്ട് പിടിച്ചു. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് ഇനിയിപ്പോൾ സമസ്ത തള്ളി പറഞ്ഞാൽ വേണ്ടിയില്ല, സമസ്ത എന്ത് ചെയ്താലും വേണ്ടി ഞങ്ങൾക്ക് ലീഗ് ഉണ്ടല്ലോ എന്നുള്ള അവർ തോന്നുന്നു. അവിടെയാണ് പ്രശ്നം പറ്റിയത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നങ്ങൾ ഇത്ര വലുതാവില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ അനുരണനങ്ങളാണ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്തഫൽ ഫൈസിന്റെ പ്രശ്നം ഇപ്പോഴും യൂട്യൂബ് കിട്ടും. അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ പറയാം, സമസ്തക്ക് അല്ലെങ്കിൽ സുന്നികൾക്ക് പാണക്കാട് തങ്ങന്മാരോട് സ്നേഹമില്ലാന്നും അസൂയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ കള്ളതം പറയണം. ഒക്കെ ഇവിടെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആ സമസ്ത ലീഗ് മാറ്റി നിർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് എല്ലാ വാഫികളെയും എല്ലാം, പിന്നെ വാഫികളും അതേപോലെ മറ്റുള്ളവരൊക്കെ സമസ്തയോട് ഒട്ടി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന സാഹചര്യം. പക്ഷേ കുറച്ച് വാഫികൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന കുറച്ച് കുത്തിത്തിരിപ്പ് മാത്രമാണല്ലോ ലക്ഷ്യം. അതായത് സമസ്തയും ലീഗും ഒരിക്കലും അടുക്കരുത് എന്നുള്ള മനോഭാവത്തോടു കൂടെ പ്രവർത്തിക്കണം. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് വാഫികൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാം. അപ്പം അങ്ങനത്തെ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ലീഗിനുണ്ടായാൽ, അതേപോലെ തന്നെ വഹാബികൾ കയറി നിരങ്ങാണ്. ഈ 90% സുന്നി മുസ്ലിങ്ങൾ വോട്ടല്ലേ ലീഗിനുള്ളത്. ആ വോട്ട് എപ്പോഴും മുസ്ലിങ്ങൾ, ഈ സുന്നി മുസ്ലിങ്ങൾ സമസ്തക്കാരും മറ്റൊക്കെ വോട്ട് ചെയ്തിട്ടാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞാൽ കയറി ഇറങ്ങി നിരങ്ങുന്നത് വഹാബികളും. ഇപ്പോൾ PMA സലാം എന്ന ഒരു മുജാഹിദ് കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വഹാബിസത്തിന് അതിന് അത്രയും വലിയ സ്വാധീനം ഉണ്ടെന്നല്ലേ? അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? വഹാബിസം എന്തുകൊണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കാര്യമില്ല. വഹാബിസിനെ പൂർണ്ണമായിട്ട് ആശയപരമായിട്ട് അകറ്റി നിർത്താൻ നമ്മൾ. അപ്പോൾ ചോദിക്കും, പിന്നെ സുന്നികൾ മാത്രം മതി ലീഗ്, സുന്നികൾ മാത്രം മതി എന്നല്ല പറയുന്നത്. സുന്നികളും വേണം, പിന്നെ വഹാബികൾ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഭാഗമല്ലേ അവരും. പക്ഷേ മുസ്ലിം ലീഗിന്റെ ചെലവിൽ സമസ്തക്കെതിരെ ഈ വഹാബികൾ കുതിര കയറരുത്. മുസ്ലിം ലീഗിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ കയറി നിന്നിട്ട് സുന്നികളെ കുഞ്ഞിനെ കത്തരുത്. പാണക്കാട് തങ്ങളെ ഇപ്പോൾ പാണക്കാട് തങ്ങളെ മുജാഹിദ് അംഗീകരിക്കണം, ഇല്ല അവരെ ഉൽപ്പന്നങ്ങൾ ചെലവാക്കാൻ വേണ്ടി അവരിങ്ങനെ കൊണ്ടുനടക്കാനല്ലാതെ. മൗലവിന്റെ പുസ്തകം പാണക്കാട് സാദിഖലി ശിഹാബ് കൊണ്ട് പ്രകാശനം ചെയ്ത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ചോലിനെ കൊണ്ടോ മുജാഹിദ് വാലിശ്ശേരിനെ കൊണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അതിന്റെ സർക്കുലേഷൻ കിട്ടില്ല, വിറ്റുപോകില്ല. ഇത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ കൊണ്ട് അത് ചെയ്താൽ ഒരു ഉൽപ്പന്നം വിൽക്കാനുള്ള ഓരോ ലേബിളാക്കാന്നല്ലാതെ ഈ മുജാഹിദ് തങ്ങന്മാരെ വകവെക്കിടയില്ല. പക്ഷേ അതൊന്നും നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ചെലവിൽ, അതായത് ഈ പാവപ്പെട്ട സുന്നി 90% വരുന്ന സുന്നികളെ വോട്ട് വാങ്ങി മുജാഹിദിനെ വിജയിക്കുക, എന്നിട്ട് ആ മുജാഹിദ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി കൈ മെയ് മറന്ന് പ്രവർത്തിക്കുക, എന്നിട്ട് ആ മുസ്ലിം ലീഗിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ കയറിയിട്ട് ഈ തങ്ങന്മാരെയും സമസ്തനെയും താറടിക്കാൻ ഒരു ലെവലേഷ് ഉൾപ്പെടാതെ താറടിക്കുക. അങ്ങനെ താറടിക്കുമ്പോൾ അതിനെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം എന്താ, അതൊരു ആദർശപരമായ പ്രശ്നമല്ലേ? രാഷ്ട്രീയമല്ല. മുജാഹിദ് അങ്ങനെ പ്രവർത്തിച്ചോട്ടെ, ഒരു പ്രതികരിച്ചോട്ടെ, ഒരു കളിയാക്കിയോട്ടെ, അതുപോലെ സ്വന്തം ചെലവിൽ ചെയ്തോട്ടെ. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു മഹാപ്രസ്ഥാനം ഈ സുന്നി മുസ്ലിങ്ങളെ 90% വരുന്ന സുന്നി മുസ്ലിങ്ങളെ വോട്ട് വാങ്ങിയിട്ട് ആ വോട്ട് വാങ്ങി ഉന്നത സ്ഥാനങ്ങളിൽ കയറി അതിന്റെ കണ്ണായ സ്ഥാനങ്ങളിൽ കയറി പറ്റിയിട്ട് ഇവരെങ്ങനെ ചവിട്ടിയാർക്കുക, സമസ്തനെ ചവിട്ടിയാർക്കുക, തങ്ങന്മാരെ ചവിട്ടിയാർക്കുക, ഈ പണ്ഡിതന്മാരെ ചവിട്ടിയാർക്കുക, അതിന് വേറെ എന്തോ ലക്ഷ്യം വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് പാടില്ല, ഒരു നിലക്കും പാടില്ല. ആ ഒരു കാര്യം നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ രണ്ട് കാര്യം, അതായത് അകറ്റി നിർത്തേണ്ടവർ ഈ കുത്തിത്തിരിപ്പുകാരായ വാഫികളും അനുബന്ധ സംഭവങ്ങളാണ്. കുത്തിത്തിരിപ്പുകാരായ വാഫികൾ മെൻഷനാണ്, ഒരുപാട് വാഫികൾ ഇതിനോടൊപ്പം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വഹാബികൾക്ക് ഇന്നലെ പിന്നെ സുപ്രഭാതത്തിൽ ആ ശാസന എന്ന് പറഞ്ഞാൽ ഇന്ന് പോസ്റ്റ് ഇട്ടുന്ന ആരും ഒരു വാഫിയാണ്. എന്തൊരു മുസ്ലിം ലീഗിലും പോസ്റ്റ് ഇടുന്നതിന് മുന്നേ വാഫി പോസ്റ്റ് ഇടുന്നതിനാ ഒരു ലക്ഷ്യം വേറെയാണ്. അതേപോലെ വഹാബികളെ പോസ്റ്റ് കാണാം. വഹാബികളാണല്ലോ ഈ പിന്നെ എന്താണ് ജിബ്രീൽ തങ്ങൾ അനുഗ്രഹിച്ചിരുന്ന വീഡിയോ അടക്കം വിട്ടാണ് എന്താ പോലെ താല്പര്യം. അപ്പൊ ലീഗിന്റെ ചെലവിൽ വഹാബികൾ കയറി നിരങ്ങുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ, അവർ ചെറിയൊരു 10% വോട്ടല്ലേ വരുന്നുള്ളൂ. ഈ 90% സുന്നികളെ വോട്ടല്ലേ ഈ ലീഗിനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കാൻ വേണം. ഇങ്ങനത്തെ വിഷയങ്ങൾ, വഹാബി സംബന്ധമായ വിഷയങ്ങൾ വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിൽക്കണം, വഹാബിസിനെ നിരാകരിക്കണം, തിരസ്കരിക്കണം. അതല്ലേ വേണ്ടത്. കാരണം നമുക്കൊരു ആദർശമില്ലേ, രാഷ്ട്രീയം മാത്രം മതിയോ? മറ്റുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും.